ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിർമ്മിക്കുന്ന ലുലു ഗ്രൂപ്പിന് ഭൂമി ഇടപാടിൽ വലിയ തിരിച്ചടി. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ലുലു ഗ്രൂപ്പിന് കൈമാറിയ സ്ഥലത്തിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഈ പിഴവിന് കാരണം ലുലു ഗ്രൂപ്പിന് വലിയൊരു തുക അതോറിറ്റി തിരികെ നൽകേണ്ടി വന്നിരിക്കുകയാണ്. ഇത് അതോറിറ്റിക്ക് സാമ്പത്തിക നഷ്ടത്തിന് പുറമെ വിശ്വാസ്യതയ്ക്കും കളങ്കമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ലുലു ഗ്രൂപ്പിന് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൈമാറിയിരുന്നു. 519 കോടി രൂപ മുടക്കിയാണ് ലുലു ഗ്രൂപ്പ് ഈ സ്ഥലം സ്വന്തമാക്കിയത്. എന്നാൽ ഈ സ്ഥലത്ത് 12 മീറ്റർ വീതിയുള്ള ഒരു സർവീസ് റോഡും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു പ്രധാന ജലവിതരണ പൈപ്പ് ലൈനും കടന്നു പോകുന്നുണ്ടെന്ന കാര്യം അതോറിറ്റി ശ്രദ്ധിക്കാതെയാണ് വിൽപ്പന നടത്തിയത്. ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ലെന്ന് പിന്നീട് വ്യക്തമായി. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ചന്ദ്ഖേഡയിലെ SP റിംഗ് റോഡിന് സമീപമുള്ള ഈ സ്ഥലം ലുലു ഗ്രൂപ്പ് വാങ്ങിയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തലപൊക്കിയത്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ സ്ഥലത്ത് ജലവിതരണ പൈപ്പ് ലൈനിന്റെ പണികൾ ആരംഭിച്ചതോടെയാണ് ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഏകദേശം 2947 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു സർവീസ് റോഡിന് താഴെയാണ് ഈ പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് ടൗൺ പ്ലാനിംഗ് സ്കീം നമ്പർ 44ന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ നിർണായക വിവരം അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വിൽപ്പന നടത്തുമ്പോൾ ലുലു ഗ്രൂപ്പിനെ അറിയിച്ചിട്ടില്ല. അതായത് വിൽപ്പന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു. ലുലു ഗ്രൂപ്പിന്റെ പരാതിയെ തുടർന്ന് അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി, അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ, ലുലു ഗ്രൂപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായി ഒരു പരിശോധന നടത്തി. ഈ പരിശോധനയിൽ വിൽപ്പനയിൽ ഗുരുതരമായ പിഴവുണ്ടായതായി സ്ഥിരീകരിക്കപ്പെട്ടു. പ്ലോട്ടിന്റെ ഒരു വലിയ ഭാഗം റോഡിനും പൈപ്പ് ലൈനിനും വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ ഇവിടെ നിർമ്മാണം നടത്താൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. സമീപത്ത് ലുലു ഗ്രൂപ്പിന് നൽകാൻ തക്ക വലുപ്പമുള്ള മറ്റൊരു പ്ലോട്ട് ഇല്ലാത്ത സാഹചര്യവും അതോറിറ്റിയെ വെട്ടിലാക്കി. ഇതോടെ അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ലുലു ഗ്രൂപ്പിന് 23.6 കോടി രൂപ തിരികെ നൽകേണ്ടി വന്നു. ടൗൺ പ്ലാനിംഗ് സ്കീമിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ ഇത്രയും വലിയ തുകയ്ക്ക് പ്ലോട്ട് വിൽക്കാൻ തീരുമാനിച്ചത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥയാണെന്ന വിമർശനം ഇതിനോടകം തന്നെ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇത് അതോറിറ്റിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയത് കൂടാതെ ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അവരുടെ വിശ്വാസ്യതയ്ക്കും വലിയ കളങ്കമുണ്ടാക്കി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ മുൻപ് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭൂമിയുടെ മുഴുവൻ കൈവശാവകാശവും ലുലുവിന് കൈമാറാൻ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് മുൻപ് സാധിച്ചിരുന്നില്ല. ചന്ദ്ഖേഡയിലെ 66,168 ചതുരശ്ര മീറ്റർ ഭൂമി ഒരു ചതുരശ്ര മീറ്ററിന് 78,500 രൂപ നിരക്കിലായിരുന്നു കോർപ്പറേഷൻ ലുലു ഗ്രൂപ്പിന് വിറ്റത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ഏകദേശം 10,672 ചതുരശ്ര മീറ്റർ ഭൂമി യഥാർത്ഥത്തിൽ കൃഷിസ്ഥലമായിരുന്നു. അതായത് ഈ സ്ഥലത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം അന്ന് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് ലഭിച്ചിരുന്നില്ല എന്നർത്ഥം. ഈ പ്രശ്നങ്ങളെല്ലാം അതിവേഗം പരിഹരിക്കാൻ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അതീവ താൽപര്യം കാണിച്ചു. കാരണം 4000 കോടി രൂപ മുടക്കിക്കൊണ്ട് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ അഹമ്മദാബാദിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. ഈ പദ്ധതി നഗരത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നതുകൊണ്ടാണ് അധികൃതർ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകിയത്. മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വലിയ പദ്ധതികൾക്ക് ഭൂമി കൈമാറുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഇത് ഭാവിയിൽ സമാനമായ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ അധികൃതരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം വലിയ വിജയമാക്കിയ ചരിത്രമാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. ഏത് നാട്ടിൽ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ലുലുവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 1-2 രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലയിൽ നിന്നും ലുലുവിന് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലേഷ്യയിലാണ് ലുലു ഗ്രൂപ്പിന് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ലുലു മലേഷ്യയിൽ പുതിയ സ്റ്റോറുകൾ തുറന്നത്. എന്നാൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചെങ്കിലും രാജ്യത്തെ മൊത്ത വ്യാപാര വിഭാഗം തുടർന്നും പ്രവർത്തിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. അതേസമയം GCC രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും പ്രവർത്തനങ്ങൾ ലുലു ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ്. GCC രാജ്യങ്ങളിലും ഏഷ്യയിലെ മറ്റു പ്രദേശങ്ങളിലുമായി 259 ഔട്ട്ലെറ്റുകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ളത്. ഇന്ത്യയിൽ കൊച്ചി, ബംഗളൂരു, ലക്നൗ, കോയമ്പത്തൂർ, തിരുവനന്തപുരം, പാലക്കാട്, ഹൈദരാബാദ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് മാളുകളുള്ളത്. ഇതിനു പുറമെ അഹമ്മദാബാദിലടക്കം വലിയ മാളുകൾ ലുലു പണിതുകൊണ്ടിരിക്കുകയുമാണ്.